നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ചെല്ല്. അങ്ങോട്ട് ചെല്ലേ. എന്താ ഭാവന? നീ ഇങ്ങോട്ട് മാറ്. ഭാവന, എന്തു പറ്റി? എന്തെങ്കിലും ദഹിക്കാത്ത വല്ലതും കഴിച്ചോ? ഇല്ല ആന്റി, എനിക്കെന്തോ വല്ലാതെ തല ഇറങ്ങുന്ന പോലെ. ഞാനൊന്ന് കിടക്കട്ടെ. എന്താ ചെയ്ത്? എന്ത് പറ്റിയതാ? വയറ്റിന് പിടിക്കാതെ വല്ലതും കഴിച്ചു കാണും. മുഴുവൻ സമയവും പുറത്തുനിന്നല്ലേ ഭക്ഷണം. ഏയ്, അവൻ അങ്ങനെ ആവശ്യമില്ലാത്ത ഭക്ഷണമൊന്നും കഴിക്കാറില്ല. എന്താടോ? എന്താ? 2 ദിവസമായിട്ട് ചെറിയ അസ്വസ്ഥതകൾ ഉണ്ടായിരുന്നു. രാവിലെ എഴുന്നേറ്റപ്പോ ചെറിയൊരു തലകറക്കം ഉണ്ടായിരുന്നു. പെട്ടെന്ന് എഴുന്നേറ്റപ്പോ ഉണ്ടായതാണെന്നാ ഞാൻ കരുതിയത്. താനൊരു നഴ്സല്ലേ, ഈ കാര്യങ്ങളൊക്കെ തനിക്ക് അറിയില്ലേ? എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് ഡോക്ടറെ കാണാം. ഏയ്, ഇതങ്ങനെ ഡോക്ടറെ കാണേണ്ട കാര്യമൊന്നുമല്ല. എടോ, പിന്നെ എന്താ? എനിക്ക് ചെറിയൊരു സംശയമുണ്ട്. എന്നുവെച്ചാ താനൊന്ന് തെളിച്ചു പറ. സൂര്യ, ഇവിടെ ഇരിക്ക. നമ്മുടെ ജീവിതത്തിൽ സന്തോഷകരമായ നിമിഷങ്ങൾ കൂടുതലും വിവാഹത്തിന് മുമ്പായിരുന്നില്ലേ? വിവാഹം പോലും നമ്മൾ തീരുമാനിച്ചതായിരുന്നില്ല. ഇപ്പൊ നമുക്ക് ചില സന്തോഷകരമായ കാര്യങ്ങളൊക്കെ സംഭവിക്കാൻ പോവുകയാണോ എന്നൊരു തോന്നല്. താൻ എന്താടോ ഇങ്ങനെയൊക്കെ പറയുന്നത്? തനിക്കെന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളുണ്ടോ? എനിക്കൊരു പ്രശ്നമില്ല സൂര്യ. പിന്നെ സ്ത്രീകൾക്ക് ഇത്തരം കാര്യങ്ങള് മുൻകൂട്ടി അറിയാൻ കഴിയും.
കേട്ടോ, താൻ എന്തായി പറയുന്നത്? ജീവാംശമായി താനേ നീ എന്നിൽ കാലങ്ങൾ മുന്നേ വന്നു. ആത്മാവിനുള്ളിൽ ഈറൻ തൂമഞ്ഞായി തോരാതെ പെയ്തു നീയേ. പൂവാടി തേടി പറന്നു നടന്ന ശലഭമായി നിൻ കാൽപ്പാടു തേടി അലഞ്ഞു ഞാൻ. ആരാരും കാണാ മനസ്സിൻ ചിറകിലൊളിച്ച മോഹം പൊൻപീലിയായി വളർന്നീതാ. മഴ പോലെ എന്നിൽ പൊഴിയുന്നു, നേർത്ത വെയിലായി വന്നു മിഴിയിൽ തൊടുന്നു പതിവായി നിന്നനുരാഗം. ഒരു കാറ്റുപോലെ പുണരുന്നു നെഞ്ചിൽ, നിള പോലെ കൊഞ്ചി ഒഴുകുന്നിതെന്നു മഴകേ ഈ അനുരാഗം. ഭാവന, ഞാനിപ്പോ എത്ര സന്തോഷവാനാണെന്ന് തനിക്കറിയില്ല. താങ്ക് യു ഭാവന, ഈ വിലപ്പെട്ട നിമിഷം എനിക്ക് സമ്മാനിച്ചതിന്. ഓരോ രാവും പകലുകളായിതാ, ഓരോ നോവും മധുരിതമായിതാ. നിറമേഴിൻ ചിരിയോടെ ഒളിമായ മഴവില്ലായി ഇനി എൻ വാനിൽ തിളങ്ങി നീയേ. മഴ പോലെ എന്നിൽ പൊഴിയുന്നു, നേർത്ത വെയിലായി വന്നു മിഴിയിൽ തൊടുന്നു പതിവായി നിന്നനുരാഗം. ഒരു കാറ്റുപോലെ പുണരുന്നു നെഞ്ചിൽ, നിള പോലെ കൊഞ്ചി ഒഴുകുന്നിതെന്നു മഴകേ ഈ അനുരാഗം. ജീവാംശമായി താനേ നീ എന്നിൽ കാലങ്ങൾ മുന്നേ വന്നു. ജനൽ പടിമേലെ ചുമരുകളാകെ വിരലാൽ നിന്നെ എഴുതി. ഇടവഴിയാകെ അലഞ്ഞൊരു കാറ്റിൽ നീയാ ഗന്ധം തേടി. ഓരോ വാക്കിൽ ഒരു നദിയായി നീ, ഓരോ നോക്കിൽ ഒരു നിലവായി നീ. തിരപാടും കടലാകും തളിരോമൽ മിഴിയാഴം തിരയുന്നു എൻ മനസ്സുമല്ലേ. ഐ ആം സോ ഗ്ലാഡ് ആൻഡ് പ്രൗഡ് ഭാവന. ഈ നിമിഷം എന്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒന്നാ. സൂര്യ, എന്താ ഇങ്ങനെ എന്നിങ്ങനെ ധർമ്മസങ്കടത്തിലാക്കല്ലേ. മതി, നമുക്ക് ഡോക്ടറെ കണ്ടിട്ട് തീരുമാനിക്കാം. ഭാവന, തനിക്ക് എന്താ വേണ്ടേ?
സൂര്യ പ്ലീസ്, അതാണോന്ന് എനിക്ക് ഉറപ്പില്ല. എന്നാലും ലക്ഷണങ്ങളൊക്കെ വെച്ച് എടോ, എന്നാലും താൻ താൻ എന്താ നേരത്തെ എന്നോട് പറയാതിരുന്നേ? അത് സൂര്യ സൂര്യ എന്തായി കാണിക്കണേ? താഴെ നിർത്ത്. അയ്യോ, സോറി 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 സോറി. ഇനിയിപ്പോ ഇങ്ങനെ ചെയ്യാൻ പാടില്ലല്ലേ? എന്റെ പരിമിതമായ അറിവ് വെച്ചിട്ട് ഞാൻ പറഞ്ഞതാ. ഇനി അങ്ങനെ അല്ലെങ്കിൽ വിഷമിക്കരുത്. ഭാവന, എടോ, ഈ നിമിഷത്തെക്കുറിച്ച് മാത്രമാണ് ഞാനിപ്പോ ചിന്തിക്കുന്നത്. താൻ ഇങ്ങനൊരു നിമിഷം എനിക്ക് സമ്മാനിച്ചതിലല്ല